ഡേ, ഈ ഫോട്ടോയിൽ കാണുന്ന ചേച്ചിയെ കണ്ടോ? നൗജി ചേട്ടൻ്റെ ഭാര്യ ആണെന്ന് തോന്നുന്നു. അല്ലേ പെങ്ങള്, അല്ലേ ഫ്രണ്ട്, ആരോ ഒരാളാണ്. ഈ നൗജി ചേട്ടൻ്റെ ആരാണ് ഈ ചേച്ചി എന്നറിയാതെ ഞാൻ ഇവിടെ കൊണ്ടുവച്ച് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം, എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടോ, ഒരു കുഞ്ഞു കുട്ടിയുടെ ഫോട്ടോ കണ്ടോ? ആ കുട്ടിയുടെ ഫേസിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടില്ലേ ഒരു കമൻറ്റ്? ആ കമൻ്റാണ് ഞാനിവിടെ കൊണ്ടുവച്ചിട്ട് വെടിമോൾ. അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് വന്ന്, എൻ്റെ വീഡിയോൻ്റെ അകത്ത് വന്ന്, എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് വന്ന് നൗജി ചേട്ടൻ്റെ ദോ ഈ ഭാര്യന കൂടെയുള്ള ദോ ഈ മകളെയും കൂടി കൂട്ടിയിട്ട് വെടിമോൾ എന്ന് വിളിച്ചു. തെറ്റല്ലേ ചെയ്തത് സുഹൃത്തുക്കളെ? തെറ്റാണ്. എടാ നൗജീഷേ, നീ കണ്ട സ്ത്രീകളെ കയറിയിട്ട് തെറി വിളിക്കുമ്പോൾ നിൻ്റെ പ്രൊഫൈലിൻ്റെ അകത്തും നിൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ഫേസ് ഉണ്ട് എന്നുള്ള കാര്യം നീ മറക്കാതിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിൻ്റെ ഭാര്യയുടെയും നിൻ്റെ കൊച്ചിൻ്റെയും ഫോട്ടോ എടുത്തിട്ട് ഞാനിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. നീ ചെയ്ത തെറ്റിന് നിന്നെയാണ് ഉപദേശിക്കേണ്ടത് എന്ന് പലരും ഇപ്പോൾ കമൻ്റ് ഇടും. എന്നാൽ അതല്ല. നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പെൺപിള്ളേരാ, വേണ്ട ഞാനൊക്കെ അമ്മച്ചി എന്ന് തന്നെ പറയാം, അമ്മച്ചിമാരാ, നിങ്ങൾക്ക് എന്തും പറയാം എന്നുള്ളൊരു ചിന്താഗതി. അപ്പോൾ ആ പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ട് ഇതേ രൂപത്തിലും ഭാവത്തിലുള്ള മകളായിട്ടും ഭാര്യയായിട്ടും പെങ്ങളായിട്ടും അമ്മയായിട്ടും ഒക്കെ ആൾക്കാർ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. അപ്പം അതായത് പേര് നൗജീഷ്. അപ്പം നൗജീഷേ, നിൻ്റെ ഫോട്ടോ വെച്ചിട്ട് എനിക്കൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യണ്ട. കാരണം നിൻ്റെ ഫോട്ടോ വെച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നിനക്ക് മാത്രമേ കൊള്ളുള്ളൂ. അതുകൊണ്ടാണ് നിൻ്റെ പാവം ഭാര്യയുടെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. ഇനി നീ പോയിട്ട് കേസ് കൊടുത്തോ, എൻ്റെ ഭാര്യയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് നീ പോയി കേസ് കൊടുക്ക്. കേസ് കൊടുക്കുമ്പം പിന്നീട് എന്ത് പറയണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. ആ കേസ് എങ്ങനെ നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. കാരണം ഒരു സ്ത്രീകളെയും ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് തോന്നിവാസം പറയാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിൻ്റെയൊക്കെ വീട്ടിൽ ഇതേപോലെ സ്ത്രീകൾ ഉണ്ടായിക്കൊള്ളേ, മറ്റുള്ള സ്ത്രീകളെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കാതെ പോയത് നിൻ്റെ തന്തയുടെ പിടിപ്പുകേടാണ് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്ത് തന്നെ ആയാലും നൗജീഷാണ് എനിക്ക് കമൻ്റ് ഇട്ടത് വെടിമോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വെടിമോൾ ആര്? നൗജീഷിൻ്റെ ഭാര്യയും മകളും ആയിരിക്കും. അല്ലാതെ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ മോൾ വന്ന് നൗജീഷ് അങ്ങനെ ഇടേണ്ട ആവശ്യമല്ല. അപ്പം നൗജീഷിൻ്റെ ഭാര്യയും മകളെയുമാണ് നൗജീഷ് വെടിമോൾ എന്ന് അഭിസംബോധന ചെയ്തത്. അങ്ങനെ അഭിസംബോധന ചെയ്യുമ്പോൾ, സംബോധന എന്നല്ലേ പറയാ, എന്തോ ആവട്ടെ, അത് ചെയ്യുമ്പോൾ ഒരു സ്ത്രീക്ക് എത്രത്തോളം വേദനിക്കും എന്നുള്ളത് ഇനി നീ നിൻ്റെ വീട്ടിലുള്ള ഭാര്യനോട് ചോദിച്ചാൽ മതി. വെടിമോളെ എന്ന് ഞാൻ ജസ്ന സലീമിനെ വിളിച്ചപ്പോൾ അവൾ അത് നിന്നെ ആക്കി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനാൽ നീ നാട്ടിലും വീട്ടിലൊക്കെ നാണം കെട്ടു പോയില്ലേ കുട്ടിയെ? അപ്പം മോക്ക് എന്താ വിഷമം തോന്നുന്നത് എന്ന് നീ നിൻ്റെ ഭാര്യനെ വിളിച്ചിരുത്തി ചോദിക്കുക. അപ്പോൾ ആ പെണ്ണ് പറയുന്ന അതേ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ദേ ഈ എനിക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ വന്നതിൻ്റെ പേരിൽ എന്താക്കുക, അങ്ങ് സഹിക്കുക. അനക്കെന്നെ വെടിയെന്ന് വിളിക്കാതെ എനിക്ക് നിൻ്റെ ഭാര്യന വെടി എന്ന് വിളിക്കാം. കൂട്ടത്തിൽ മകളെയും. മകളുടെ ഫോട്ടോ ഞാൻ കാണിക്കാത്തത് എനിക്ക് കാണിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. എനിക്കുണ്ട് മോനെ ആ പ്രായത്തിലുള്ളൊരു മകള്. നിന്നെയൊക്കെ നിൻ്റെ അമ്മ പ്രസവിച്ചത് തന്നെയാണോ ഡേ എന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ചാൽ ആ തള്ളക്കും കൂടി നാണക്കേടല്ലേ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. ഈ തെറി വിളിക്കുന്ന സമയത്തൊക്കെ, സ്വന്തം പ്രൊഫൈലിന് തെറി വിളിക്കുന്ന സമയത്തൊക്കെ
ഭാര്യയുടെയും കുട്ടികളുടെയും ഒക്കെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് മാറ്റിത്തെറി വിളിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലാതെ എന്നെപ്പോലെ പ്രതികരിക്കുന്ന ആൾക്കാർ ചിലപ്പം ഭാര്യനെയും കുട്ടീനെയും എടുത്ത് പ്രതികരിക്കും. അപ്പം നീ നാറുന്നേക്കാട്ടിലും 10 ഇരട്ടി നാറുക നിൻ്റെ ഭാര്യയായിരിക്കും. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്ത്? നിന്നെ വിവാഹം കഴിച്ച് നിന്നെ പൊന്നു പോലെ നോക്കി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ആ കുട്ടി ചെയ്തിട്ടുള്ളൂ. അതിനുള്ള ശിക്ഷ ദേ ഞാൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം നിനക്കിനി വെടിയെന്നോ പോകാന്നോ എന്തെങ്കിലുമൊക്കെ വിളിക്കണം തോന്നുക വെച്ചാൽ ആരെ വിളിക്കുക? നീ ഈ ഫോട്ടോയിൽ കാണുന്ന ഇളിച്ചാട്ടി നിൽക്കുന്ന നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവളുടെ മുഖത്ത് നോക്കിയിട്ട് എടി വെടി എങ്ങനെ ആട്ട് വിളിക്കുക. അപ്പോൾ അവളത് വിളി കേൾക്കും. ഇനി അതിലും നിനക്ക് തൃപ്തി വന്നിട്ടില്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന നിൻ്റെ മോളല്ലേ, മോളെയും കൂടി കൂട്ടിയിട്ടങ്ങ് വിളിക്കുക. എടി വെടികളേന്നൊന്ന് വിളിക്കുക. അപ്പോൾ 2 പേരൂടി അങ്ങ് വിളി കേൾക്കും. അപ്പം നൗജീഷേ, എനിക്ക് നിൻ്റെ ഫോട്ടോ എടുക്കാൻ അറിയാഞ്ഞിട്ടും നിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് റിയാക്ട് ചെയ്യാൻ അറിയാഞ്ഞിട്ടുമല്ല, നീ വിളിച്ചതൊരു സ്ത്രീയെയാണ്. ആ സമയത്ത് തന്നെ നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് സ്ത്രീയാണ്. നിൻ്റെ ഭാര്യ എന്ന് പറയുന്ന ആ പെണ്ണൊരു സ്ത്രീയാണ്. നിൻ്റെ മകള് എന്ന് പറയുന്ന ആ ഒരു പെണ്ണും സ്ത്രീയാണ്. അപ്പം ഇത്രയും സ്ത്രീകളെ വീട്ടിൽ നിർത്തിക്കൊള്ളേ നീ അന്യൊരു സ്ത്രീനെ വെടി എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ ഭാര്യക്കും നിൻ്റെ അമ്മക്കും നിൻ്റെ മകൾക്കും കൂടിയുള്ള ക്രെഡിറ്റ് ആക്കിയിട്ടേ നീ കണക്കാക്കാവൂ. അതുകൊണ്ട് നൗജീഷേ, ഞാനല്ല വെടി, നിൻ്റെ ഭാര്യയാണ് വെടി. ഇനി നീ ഇതും കൊണ്ട് പോയി കംപ്ലൈൻറ്റ് കൊടുക്ക്, നിൻ്റെ ഭാര്യനെ ഞാൻ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ബാക്കി നമുക്ക് നിയമപരമായിട്ട് നീങ്ങാം. നീ ഇട്ടിരിക്കുന്ന കമൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. ആരും വെറുതെ ചുമ്മാ ഒരാളെക്കുറിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലൊക്കെ നിങ്ങളൊക്കെ വിളിക്കുന്ന തെറിയൊക്കെ കേട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മൾ പരാതിപ്പെടാൻ പോകുമ്പോൾ അവിടുത്തെ റൂൾസും കാര്യങ്ങളും റെഗുലേഷൻസും ഒക്കെ നമ്മളിങ്ങനെ എത്രത്തോളം ആസ്വദിച്ചിട്ടാണ് ഈ ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ പേരിൽ കേസെടുപ്പിക്കുന്നത് എന്നുള്ള സത്യത്തെയും ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നൗജീഷേ, നിൻ്റെ ഭാര്യന ഇനി നീ പതിയെ വിളിച്ചാൽ മതി. എൻ്റെ പ്രൊഫൈലിൻ്റെ അകത്ത് എൻ്റെ വീഡിയോൻ്റെ അകത്ത് കയറിയിട്ട് നിൻ്റെ ഭാര്യന വെടി മോളേന്ന് വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്ത് വിളിക്കേണ്ട ആവശ്യമില്ല? വെടി മോളേന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിൻ്റെ ഭാര്യന നീ വീട്ടിൽ കുത്തിരിപ്പിച്ച് വിളിച്ചാൽ മതി. നിൻ്റെ ഫോട്ടോ എനിക്കെടുക്കാൻ അറിയാനിട്ടല്ല, എടുക്കാനിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നൗജീഷിന് സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഭാര്യക്കും ചേച്ചിയെ വേറെ നിർവാഹമല്ല, ഇതിട്ടാ ഓരോന്നിനെ കെട്ടിങ്ങാനും പുരേ കൊണ്ട വെക്കുന്നുണ്ടല്ലോ. ഇവന്മാർക്കൊക്കെ സ്ത്രീനെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവൻ്റെ തള്ള എങ്കിൽ നിനക്ക് ഈ ഗതി വരൂലായെങ്കിലും മോളെ. അപ്പം ഓക്കെ, അപ്പം നിയമപരമായിട്ട് നീങ്ങാൻ നിങ്ങളും ഞാനും തയ്യാറാണല്ലോ. അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.